ഈ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കേട്ട് ബോറടിക്കുന്നുണ്ടോ? എങ്കിലും ഇപ്പോൾ നമുക്ക് കുറച്ച് മ്യൂസിക് ആയാലോ. പാലക്കാട് മണ്ഡലത്തിലെ ചെമ്പൈ കോളേജിലെ ഒരു പാട്ടുകൂട്ടത്തെ പരിചയപ്പെടാം. കൂടെ കുറച്ച് പാട്ടും. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട്ടെ ചെമ്പൈ മ്യൂസിക് കോളേജിലാണ്. ചെമ്പയിലെ ഒരു കൂട്ടം പുലിക്കുട്ടികൾക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടുത്തെ ഒരു വോട്ടറാണിത്, പാലക്കാട്ടെ ഒരു വോട്ടറാണ്. ഇവിടുത്തെ ഈ കോളേജിലെ ചെയർമാനും കൂടിയാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് വൈഷ്ണവ്. വൈഷ്ണവിൻ്റെ ആദ്യത്തെ വോട്ടാണ് അല്ലേ? അതെ. ഇപ്പം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ? തീരുമാനിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കോളേജിൻ്റെ വൈബൊക്കെ എങ്ങനെയാണ്? കോളേജിൻ്റെ വൈബ് മ്യൂസിക് കോളേജാണല്ലോ, അപ്പോൾ ഫുള്ള് മ്യൂസിക്, ആ ഒരു വൈബ് പൊളി വൈബാണ്. മ്യൂസിക്കിലേക്കാണ് എല്ലാവരുടെയും താല്പര്യം. നമുക്ക് ഇവിടുത്തെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള 4 കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് സാധാരണ ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ മാൻഡേറ്ററി ആയിട്ട് ലാംഗ്വേജസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മ്യൂസിക് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ കോളേജ് തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യം? പേരേട്ട കോളേജാണ്. പിന്നെ വന്നപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴൊക്കെ നല്ല കോളേജാന്ന് തോന്നി. വേണ്ടത് എന്ന് പറയുമ്പോൾ PGയിലെ എക്സ്ട്രാ കോഴ്സുകൾ വരണം എന്നാണ് ഞങ്ങളുടെ കാര്യം. ഇപ്പോൾ മ്യൂസിക്കിന് മാത്രമേ ഉള്ളൂ, വോക്കലിന് മാത്രമേ ഉള്ളൂ ഇവിടെ PG. മൃദംഗത്തിനും വയലിനും വീണയ്ക്കും ഇവിടെ PG കോഴ്സ് വരണമെന്നില്ല. പക്ഷേ ഇവിടെ അത് പ്രശ്നമാവുന്ന സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയാണ്. ഒരു ചെറിയ ഒരു സ്പേസ് ആണ് ഇവിടെ, കോമ്പൗണ്ട് കുറവാണ്. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും തന്നെ സംഗീതം ഇഷ്ടപ്പെട്ട് വന്നവരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വിത്ത് ഉള്ളിലുണ്ടാവും. സംഗീതം പഠിക്കണമെന്നോ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു സംഗീതത്തെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളായിരിക്കും പൂർണ്ണമായിട്ടും ഇവിടെ വന്നു ചേരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും സംഗീതത്തിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന കുട്ടികളാണ്. ഫസ്റ്റ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അച്ഛന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പാട്ടിൽ നല്ല വലിയ ആളായിട്ട് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ മൃദംഗിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ എനിക്ക് അതിൽ ഓരോരോ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ആഗ്രഹം വരാൻ തുടങ്ങി, ഇങ്ങനെ പാട്ട് പാടണം. കൽപ്പാത്തി രഥോത്സവത്തിൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ കോളേജിൽ നിന്ന് കുട്ടികൾ പോകുന്നതാണ്. ഈ പ്രാവശ്യവും പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയവർ തന്നെയാണ് ഇതിൽ കൂടുതലും ആൾക്കാരുണ്ട്. ഇതിൽ ചെമ്പൈ കോളേജിലെ ഈ പാട്ടുകൂട്ടത്തിനും ക്യാമറമാൻ സാദിഖ് പാറക്കലിനുമൊപ്പം ദിവ്യ, മീഡിയ 1.